ചെയ്യും. സ്വയം പൊങ്ങച്ചം പറഞ്ഞ് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് കർത്താവ് ഒരു ഉപമ പറയാം. അതാ ഇന്നത്തെ പ്രസംഗം. ഈ ചിലര് പ്രാർത്ഥനക്കാരാണെങ്കിലും ഭയങ്കര ധിക്കാരികളാ. ഇവിടെ ആരുമില്ല, വല്ലവരും ഉണ്ട്, നിന്നോട് തന്നെ. അതാ ഈ ദൂതിന്റെ പ്രത്യേകത. അപ്പൊ ഇവിടെ ഇരിക്കുക, രണ്ടുപേര് പ്രാർത്ഥിക്കാൻ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശന്റെ പ്രാർത്ഥന കേട്ടോണം, അവൻ തന്നെത്താൻ ഉയർത്തി പ്രാർത്ഥിച്ചു. ചുങ്കക്കാരന്റെ പ്രാർത്ഥന കേട്ടോണം, മാറത്തടിച്ച് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു. രണ്ടും എന്തുവാ? പ്രാർത്ഥനയാ. ഒരുത്തന്റെ പ്രാർത്ഥന എന്തുവാ? തന്നെത്താൻ. എന്നിട്ട് കർത്താവ് പറയാ, തന്നെത്താൻ ആര് ഉയർത്തിയാലും അവനെ എല്ലാം ഞാൻ താഴ്ത്തും. തന്നെത്താൻ ആര് താഴ്ത്തുന്നുണ്ടോ അവനെ ഞാൻ ഉയർത്തും. ഇന്ന് എന്നോട് ദൈവം പറയാം, നിന്റെ ഉയർച്ചയ്ക്ക് ഒരു തടസ്സമുണ്ട്. ഇന്ന് നീ മനസ്സ് വെച്ചാൽ ആ തടസ്സം പൊട്ടും. അത് നിന്റെ ഉന്നത ഭാവമാണെങ്കിൽ, നിന്റെ നിഗള ഹൃദയമാണെങ്കിൽ, നിന്റെ തന്നെത്താൻ ഉയർത്തുന്ന സ്വഭാവമാണെങ്കിൽ, ഇന്ന് ആ സ്വഭാവം മാറ്റാൻ തീരുമാനിക്കണം. ഒന്ന് മനസ്സിനെ ഒന്ന് പഠിപ്പിച്ച്. തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം. അപ്പൊ സ്വയമായിട്ട് എന്ത് ചെയ്യരുത്. ഈ ചില ആൾക്കാര് അവരവരെ തന്നെ ഉയർത്തി പറയും. എന്നെ നോക്കി പഠിക്ക, ഞാൻ ദൈവത്തെ സേവിക്കാൻ തുടങ്ങിയപ്പോൾ കണ്ടോ, എന്നെ ദൈവം അനുഗ്രഹിച്ച കണ്ടോ, നിന്നെയൊക്കെ ദൈവം അനുഗ്രഹിക്കാത്ത എന്നാ, നീ ഇപ്പോഴും വാടക വീട്ടിൽ കിടക്കുന്ന എന്തുവാ, നിനക്ക് സ്വന്തമായിട്ടൊരു വണ്ടിയില്ലാത്ത എന്നാ. അപ്പം ഇവര് വലിയ ആളും മറ്റവരല്ല. അപ്പൊ സ്വയം പൊക്കി പറയല്ലേ, സ്വയം പൊക്കി. നമ്മളാകുന്നത് കൃപയാൽ. അപ്പൊ ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. മനുഷ്യന് പൊങ്ങച്ചം പറയാൻ ഒന്നുമില്ല. അതുകൊണ്ടായി ചില കോടീശ്വരന്മാര് നിങ്ങളുണ്ട്, അവര് പറയും, ബ്രദറെ എങ്ങനെയാ? കൃപയാൽ ജീവിക്കുന്നു കേട്ടോ, ദൈവം നടത്തുന്നു. കർത്താവ് നടത്തുന്ന അല്ലാതെ വേറെ എന്തുവാ? അതിന്റെ കാരണം എന്താ? അവൻ ആരായിരുന്നെന്നും അവനെ ആരാക്കിയെന്നും ഓർക്കുമ്പോൾ ആ പൊങ്ങച്ചം തന്നെ പോവും. അപ്പൊ നിന്റെ നാശത്തിന് കാരണക്കാരൻ നീ ആകരുത്. കർത്താവ് പറയാ, നിന്നെ ഉയർത്താൻ ഞാൻ റെഡിയാ, പക്ഷെ നീ എന്റെ മുമ്പിൽ ഒന്ന് താഴണം. ബ്രാഹ്മീൻ വരുന്നില്ല. ഞാനൊരു വെളിപ്പാട് പറയാം. അല്പകാലത്തിനകത്ത് നിന്റെ രക്തബന്ധങ്ങൾ നോക്കി നിൽക്കെ നിന്നെ ഉയർത്താൻ ദൈവത്തിന് പ്ലാനുണ്ട്. ഹല്ലേലൂയ. അതിന് നിന്നിൽ ഉണ്ടാകേണ്ട ഒറ്റ വിശേഷത, നീ താഴ്മയുള്ളവനാകണം.